ശ്രീ ദുൽഖിഫിൽ, ഷാഫി പറമ്പിൽ MP അവിടെ എത്തി രാഹുൽ മാങ്കൂട്ടമെന്ന് നിങ്ങൾ പുറത്താക്കിയെന്ന് പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സജീവമായി ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തുന്നു, അതിനായി പ്രവർത്തിക്കുന്നു. വാർത്ത വന്നു എന്ന് കരുതി സുഹൃത്തുക്കളോട് പ്രതിഷേധം വേണമോ എന്ന് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറയുന്നില്ല ഷാഫി പറമ്പിൽ. നിങ്ങൾ ഇൻട്രോ ഞാൻ കണ്ടു, ഇവിടുത്തെ ചർച്ച കണ്ടു. ഇപ്പോൾ ആർഷോ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല ആളെയാണ് നിങ്ങൾ ചാനൽ ചർച്ചയെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. ASFൻ്റെ സഹപ്രവർത്തകയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്, അതവിടെ ഇരിക്കട്ടെ. രണ്ട്, നിങ്ങൾ മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ തവണയും നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരെന്ന് എഴുതി വെക്കണം. അല്ലാതെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് കുറേ യൂത്ത് കോൺഗ്രസ്സുകാരെ തെറി വിളിക്കാൻ ആരെങ്കിലും കൊണ്ട് ഇരുത്തിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ഷെയിം ഷാഫി എന്ന് പറഞ്ഞ നിങ്ങളോട് ഞാൻ തിരിച്ചു പറയുന്നു, ഷെയിം കൈരളി എന്നുള്ളത്. കാരണം ഒരു മനുഷ്യൻ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് അതിനെ തുരങ്കം വെക്കുന്ന സമീപനം RSSും സംഘപരിവാറും നടത്തുമ്പോൾ ആ ജാഥയെ ആക്രമിച്ചപ്പോൾ CPMൻ്റെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയെ BJP ആക്രമിച്ചപ്പോൾ അത് ചർച്ച ചെയ്യാതെ നിങ്ങളിത് എല്ലാ ദിവസവും ഈ വിഷയം മാത്രം ചർച്ച ചെയ്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും സംഘപരിവാർ രാഷ്ട്രീയത്തെ പോലും അതുപോലും ചർച്ച ചെയ്യാതെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തെ രാഹുൽ ഗാന്ധി വെച്ചാണോ നിങ്ങൾ പ്രതിരോധിക്കുന്നത്? കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്ന് പകരം കോൺഗ്രസ് മുക്ത കേരളം എന്ന പുതിയ മുദ്രാവാക്യവുമായി നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് വിനയത്തോടു കൂടി ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ സ്ത്രീ പീഡന ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ ആദ്യം രാജിവെക്കേണ്ടത് ഈ മന്ത്രിസഭയിലെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. അതിനുശേഷം അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ പിന്നെ രാജിവെക്കേണ്ടത് 20 മന്ത്രിമാരല്ലേ, പിന്നെ രാജിവെക്കേണ്ടത് 99 MLA-മാരല്ലേ. എന്നിട്ടല്ലേ ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ വരേണ്ടത്? അങ്ങനെ സൗഹൃദമുള്ള മുഴുവൻ ആളുകളും രാജിവെച്ച് പോവുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾ മുഴുവൻ രാജിവെച്ച് ഞങ്ങളോട് വരണം. ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ, കേസിന്റെ ആരോപണം വരുന്ന സമയത്ത് ഈ പറയുന്ന ഈ സ്ത്രീക്കെതിരെ ആരോപണങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു ദിവസം സസ്പെൻഡ് ചെയ്തോ, ഒരു ദിവസം. ഇപ്പൊ സസ്പെൻഷന്റെ കാലാവധി കുറഞ്ഞുപോയി, സസ്പെൻഷന്റെ കാലാവധി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നിങ്ങളിപ്പോ കോൺഗ്രസിനെ പഠിപ്പിക്കാണ്ട് വരുന്നത്. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ, ഈ വിഷയത്തിൽ കോൺഗ്രസിന് തണലുണ്ടാവില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചാരി ഷാഫി പറമ്പിലിന്റെ രക്തം കുടിക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ അത് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് നെഞ്ചോട് ചേർത്ത് തന്നെ മുന്നോട്ട് പോകും. ഒരു സംശയം, ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട. പക്ഷേ ഷാഫി പറമ്പിലിനെ നെഞ്ചോട് നിങ്ങൾക്ക് ചേർക്കാതിരിക്കാം. പക്ഷേ ഷാഫി പറമ്പിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ നെഞ്ചോട് പിടിച്ച് ചേർക്കുന്നത്? ഇതാണ് ഇപ്പോഴുള്ള ചോദ്യം. എവിടെയാണ് സർ ചേർത്ത് വെച്ചത്? സി ചന്ദ്രന്റെ വീട്ടിൽ ചേർന്ന ഗ്രൂപ്പ് യോഗം, ഇന്ന് അദ്ദേഹം നിഷേധിച്ച ഗ്രൂപ്പ് യോഗം, ആ ഗ്രൂപ്പ് യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ സജീവമാക്കാനായി ഷാഫി പറമ്പിൽ ഇറങ്ങി. ഗ്രൂപ്പ് യോഗം അദ്ദേഹം അല്ലല്ല നിങ്ങൾ ഇന്നൊരു നുണ പ്രചരിപ്പിച്ചു. അതായത് അദ്ദേഹം ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചു എന്നുള്ളത് അത് അമ്പെ പരാജയപ്പെട്ടു. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ നേതാവാണ് പ്രിയപ്പെട്ട ചന്ദ്രന്റെ വീട്ടിൽ അദ്ദേഹം പോയിട്ട് പോലുമില്ല. നിങ്ങളിങ്ങനെ നുണപ്രചരണം നടത്തരുത്. ആ നുണപ്രചരണം 24 മണിക്കൂറിന്റെ ആയുസ് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങളെ ലൈവിൽ വന്നല്ലോ, ഇവിടെയുള്ള വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തോ? അങ്ങനെ പീഡനത്തിന് 1, 2, 3, 4 എന്ന് പറയുന്ന അക്കമുണ്ടോ? എല്ലാ പീഡനവും ഒരേപോലെയാണ്. ഇത് ആരോപണമല്ല. ദുൽഖിഫിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത് ആരോപണമല്ല, ഗർഭഛിദ്രമടക്കം ചെയ്യാൻ, ഗർഭം ചതിച്ചുണ്ടാക്കി നൽകിയിട്ട് ഗർഭഛിദ്രമടക്കം ചെയ്യാൻ ഓഡിയോ പുറത്തെത്തിയ തെളിവുകളാണ്. ആരോപണവും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൈയോടെ പിടിക്കപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 1. 2, ദുൽഖിഫിൽ സൂചിപ്പിച്ചൊരു കാര്യം, എന്തുകൊണ്ട് ഷാഫിക്കെതിരെ നേരത്തെയും തൊട്ടു മുമ്പും വാർത്തകൾ വന്നിരുന്നല്ലോ, എന്തുകൊണ്ട് ഷാഫി രംഗത്തെത്തി പ്രതിരോധിച്ചില്ല? ഷാഫിക്കെതിരെ വന്നു, പാലക്കാട്ടേക്ക് MLA ആയി തിരിച്ചെത്താൻ
ഉള്ള നീക്കം എംപിമാരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൽ പ്രമുഖമാണ് ഷാഫി പറമ്പിൽ. ഇങ്ങനെ വാർത്ത വന്നു. എന്തുകൊണ്ട് ഇത്രയേറെ അസ്വസ്ഥനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദീകരിച്ചില്ല ഷാഫി പറമ്പിൽ? പക്ഷേ ഇപ്പോൾ വിശദീകരിക്കേണ്ടി വന്നു. ഈ ഗ്രൂപ്പ് യോഗത്തിൻ്റെ കാര്യത്തിൽ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗ്രൂപ്പ് യോഗമൊക്കെ നടക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഈ ചന്ദ്രൻ്റെ വീട്, സി ചന്ദ്രൻ എന്നത് ഷാഫി പറമ്പിലിൻ്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഷാഫി പറമ്പിലിനെ ഷാഫി പറമ്പിലാക്കിയ ഒരു വ്യക്തിയാണ്. തിരിച്ച് ഈ ചന്ദ്രനെ തന്നെയാണ് DCC പ്രസിഡൻ്റായി കൊണ്ടുവരാൻ ഷാഫി പറമ്പിലിന് മോഹവും അതിനുള്ള അണിയൊരുക്കങ്ങളും. അതിൻ്റെയും വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ സി ചന്ദ്രൻ്റെ വീട്ടിൽ ശരിയാണ്, സി ചന്ദ്രനില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടതാണ്. ആ വീട്ടിൽ KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ സജീവമായി നിലനിൽക്കുന്ന വീടാണ്. അവിടെ ഷാഫി പറമ്പിൽ യോഗം ചേർന്നു. അവിടെ ഷാഫി പറമ്പിൽ യോഗം ചേർന്നു. നിങ്ങൾക്ക് അതുപോലെ അറിയില്ല നിങ്ങൾക്ക്. പറയൂ. അദ്ദേഹം യോഗം ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. അതെ, അതാ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയില്ല. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയില്ല. ആ വീട് യൂത്ത് കോൺഗ്രസ്സുകാരും സജീവമായി ഉപയോഗിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തന മണ്ഡലം പോലുള്ള വീടാണ്. അവിടെ ഷാഫി പറമ്പിലെത്തി. അതാണ് ഷാഫി പറമ്പിലോട് താക്കോല് വാങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറമ്പിൽ മറുപടി പറയാൻ തിരിച്ചുപോയി. താക്കോൽ വാങ്ങിയത് എന്തിനാണ് ആ വീടിന്റെ? അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തികൾ നടക്കുന്നു. ഇതിൽ ഒരു കാര്യമുണ്ട്. ദുൽഖിഫിൽ പറഞ്ഞു വിട്ടുപോകരുത്. ശ്രീ ദുൽഖിഫിൽ ഈ കാര്യത്തിൽ പറഞ്ഞ് പ്രതിരോധിക്കേണ്ട, പറഞ്ഞ് പെട്ടുപോകേണ്ട. ഷാഫി പറമ്പിൽ അടക്കം VD സതീശൻ അടക്കമുള്ളവർക്കെതിരെ, ചെന്നിത്തല അടക്കമുള്ളവർ വളരെ വളരെ വലിയ നീക്കം AICCയിൽ പരാതിയും അതുമായി ബന്ധപ്പെട്ട വലിയ നീക്കവും ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ഇനി MLA ആയി തുടരണോ വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾക്ക് വേണ്ടാത്തവർ എവിടെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? അതേ സംസാരം തന്നെ. അതിലേക്ക് തന്നെ വരാം. ഞാൻ ദുൽഖിഫിലിനോട് ഒറ്റ ചോദ്യം, ദുൽഖിഫിലിനോട് ചോദിക്കുന്നുള്ളൂ. ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. എവിടെ നിങ്ങൾ പുറത്താക്കിയെന്ന് പറഞ്ഞു? എവിടെ? ദുൽഖിഫിലിന്റെ കയ്യിൽ ആ പുറത്താക്കി എന്നതിൻ്റെ ഒരു റിലീസ് KPCC ഇറക്കിയത് താങ്കളുടെ പക്കലുണ്ടോ? ഒരു റിലീസ്, ഒരു കത്ത്, ഒരു വരി? ഞാൻ ആധികാരികമായി പറയാം. ദുൽഖിഫിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ മുഖമായ ദുൽഖിഫിൽ എന്ന താങ്കളോട് ഞാൻ പറയാം, KPCCയിൽ ഇന്ദിരാഭവനിൽ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തീരുമാനം ടൈപ്പ് ചെയ്തിട്ടില്ല. ടൈപ്പ് ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടും, പക്ഷെ ടൈപ്പ് പോലും ചെയ്തിട്ടില്ല. കാരണം ടൈപ്പ് ചെയ്താൽ അവിടുന്ന് ലീക്കാവും. അതുകൊണ്ട് ടൈപ്പ് പോലും ചെയ്തിട്ടില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? പാലോട് രവിക്കെതിരെ വേണ്ട, വേറെ പോകണ്ടെന്നേ. ദുൽഖിഫിൽ പാലോട് രവിക്കെതിരെ, ഈ വിഷയത്തിൽ തന്നെ, ഈ വിഷയത്തിലാണ് KPCC പ്രശ്നം. പുറത്താക്കിയതാണ് നിങ്ങളെ പ്രശ്നം. അല്ല, പുറത്താക്കിയിട്ടില്ല. അത് സാങ്കേതിക അർത്ഥത്തിലുള്ള പുറത്താക്കൽ മാത്രമാണ്. പുറത്താക്കിയത് എവിടെ? ഒരു കത്ത് കാട്ടു. നടത്തി അവിടെ ഒരു BJP-ക്കാരെ ജയിപ്പിച്ച് നിങ്ങൾ വിചാരിക്കുന്ന കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ ഞങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകും. ഇതൊക്കെ ഒരുപാട് കേട്ടതാണ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് ദുൽഖിഫിൽ. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്. പാലോട് രവിക്കെതിരായ നടപടി അച്ചടിച്ചിട്ടുണ്ട്. പാലോട് രവിക്കെതിരായി അല്ല, ദുൽഖിഫിൽ കേൾക്കുന്നില്ലല്ലോ. പാർലമെന്റ് പാർട്ടിയുടെ ഭാഗമായി അദ്ദേഹം വരുമോ ഇല്ലയോ എന്ന് ചോദിക്ക്. വരുമോ? പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിടുതൽ നൽകണമെന്ന കത്ത് പോലും സ്പീക്കർക്ക് നൽകിയിട്ടില്ല എന്നത് ഇന്നലത്തെ വാർത്തയാണ്. ഇന്നലത്തെ സ്പീക്കർക്ക് നിയമസഭയുടെ 15-നല്ല മീറ്റിംഗ് കൊടുത്തത്. ഇതുവരെ കത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, ഒന്ന്. രണ്ട്, അല്ല ദുൽഖിഫിൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നിൽക്കുമ്പോ നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചർച്ച ചെയ്ത് അത് ഞങ്ങൾ തീരുമാനിക്കണം. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MLA
അല്ലല്ല അവിടെയാണ് രാഷ്ട്രീയം. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അവിടെയാണ് MLA അതാണ് അവിടെയാണ് രാഷ്ട്രീയം. അതാണ് അവിടെയാണ് രാഷ്ട്രീയം. യൂത്ത് അതായത് കോൺഗ്രസിന്റെ മാധ്യമ ധാർമ്മികതയുടെ പ്രവർത്തകർക്കും പ്രശ്നമാണ്. മാധ്യമ സ്ഥാപനത്തിലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളെ സൗകര്യമാണ്, ഞങ്ങളെ അധികാരമാണ്. അത് പിന്നെ യൂത്ത് കോൺഗ്രസ് ഓഫീസിൽ നിന്ന് പറയുന്ന വിഷയമാണോ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? യൂത്ത് കോൺഗ്രസ് ഓഫീസിൽ നിന്ന് പറയേണ്ട വിഷയമാണോ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ഇന്ദിരാഭവനിൽ നിന്നെത്തിയ വിഷയമാണോ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ഇപ്പോ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തൊരു കാര്യം വ്യാജ ID കാർഡുമായി നിങ്ങൾ വന്നിരിക്കുക. നിങ്ങൾ അന്വേഷിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊട്ടക്ട് ചെയ്യാണ് ദുൽഖിഫിലും. നിങ്ങൾക്ക് കൃത്യമായിട്ട് വീണ്ടും പ്രൊട്ടക്ട് ചെയ്തു. ആ കള്ളി പുറത്തെത്തി. രാഷ്ട്രീയമല്ല, സ്ത്രീപക്ഷ രാഷ്ട്രീയമല്ല നിങ്ങളുടെ രാഷ്ട്രീയം. നിങ്ങളുടെ രാഷ്ട്രീയം കോൺഗ്രസിനോടുള്ള കോൺഗ്രസിന്റെ രക്തത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കേരളത്തിലെ അതാണ്. അതായത് ഒരു സ്ത്രീ പീഡകനായ MLA-ക്കെതിരെ പറഞ്ഞാൽ അത് കോൺഗ്രസിനെതിരെ പറഞ്ഞതായി നിങ്ങൾ കാണുന്നു. ഒന്ന്. രണ്ട്, ഒരു ചീഫ് സെക്രട്ടറിയെക്കാളും പ്രോട്ടോകോളിൽ മേളിലെത്തുന്ന ഒരു MLA ആയ ഒരു സ്ത്രീ പീഡകൻ തുടരുന്നത് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. ഇപ്പോഴും അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അയാളെ പുറത്താക്കിയ ഒരു കത്ത് കാട്ടാൻ ഞാൻ ദുൽഖിഫിനെ വെല്ലുവിളിക്കുകയാണ്. അയാളെ പുറത്താക്കി നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കിയത് കാട്ടാൻ ഒരു കത്തുണ്ടോ? ഒരു കത്ത് ഇന്ദിരാഭവനിൽ അച്ചടിച്ചിട്ടില്ലെന്നേ. അച്ചടിച്ചിട്ടില്ല ഒരു കത്ത്. പാലോട് രവിക്കെതിരെ അടിച്ചിരുന്നു. പാലോട് രവിക്കെതിരായ നടപടി തൊട്ട് മുമ്പ് അടിച്ചിരുന്നു. പാലോട് രവിയുടെ വാർത്ത പുറത്തെത്തിയ അംഗത്തിനെതിരെ നടത്തിയ നടപടി അത് അച്ചടിച്ചിരുന്നു. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഇത്ര ഗൗരവമായ പ്രശ്നമുണ്ടാക്കിയിട്ട് അയാൾക്കെതിരെ നടപടി എടുത്തതിന്റെ ഒരു കത്തടിച്ചിട്ടില്ല, ഒരു റിലീസ് അടിച്ചിട്ടില്ല KPCC ഇന്ദിരാഭവൻ. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത്. ശരി.